ശ്യാമേ, പുതിയൊരു പീഡന പരാതി വന്നിട്ടുണ്ട്. അതായത് അത് ഗുരുതരമായ പരാതിയാണ്. ഗുരുതരം. പോലീസിലെ ഉന്നതർ മുതൽ താഴെ SHO മുതൽ SP വരെയുള്ളവർ പരാതിയുമായി എത്തിയ വീട്ടമ്മയെ, വസ്തു തർക്കത്തിന്റെ ഒരു പരാതിയാണ്, അതുമായി എത്തിയ വീട്ടമ്മയെ ക്രൂരമായി, ഇത് പരാതി പരിഹരിക്കുന്നില്ല, അതിനു പകരം അവരെ പീഡനത്തിനിരയാക്കി എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ആ വീട്ടമ്മ, മലപ്പുറത്തെ വീട്ടമ്മ ഉന്നയിച്ചിട്ടുള്ളത്. അതെ, അവരുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇത്രയും നേരം ഇരുന്ന് കേൾക്കുകയായിരുന്നു. ഒരു വീട്ടമ്മ നടന്ന കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ചെറിയ പോലീസ് ബുദ്ധിയുണ്ട്. സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ അതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവരെ ക്യാമ്പ് ഓഫീസിൽ പോയ ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥ ഇങ്ങനെ പറഞ്ഞു പോകവേ ആദ്യം വിനോദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനടുത്ത് പോയതും, പിന്നീട് വിനോദ് വീട്ടിലേക്ക് വന്നതും, പിന്നാലെ ബെന്നി VV ബെന്നി വന്നതും, അതിനുശേഷം സുജിത് ദാസ് ഈ പോലീസിലെ ഏറ്റവും വലിയ ഒരു വൃത്തികെട്ട സംവിധാനമാണെന്നാണ് കുറച്ചു മുമ്പ് എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സുജിത് ദാസിനെതിരെ എന്നോട് പറഞ്ഞു, നമ്മുടെ സേനയിലെ തന്നെ ഏറ്റവും വലിയ അൻവറിന്റെ ഭാഷയിൽ, PV അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞ പുഴുക്കുത്ത്, അതാണ് ഈ സുജിത് ദാസ് എന്ന് ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു. കാരണം ആ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ രീതികളും പെരുമാറ്റ രീതിയും ഇദ്ദേഹം ഇതിനപ്പുറം ചെയ്യുമെന്നാണ് പറഞ്ഞു. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഒരു വീട്ടമ്മയെ പലതവണ പലരും ഉപയോഗിച്ചു. അവരുടെ സാഹചര്യമാണ്, അവരുടെ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി. ഈ ഘട്ടത്തിൽ നിങ്ങളാണെങ്കിൽ പോലും പല സ്ത്രീകളും ഭയപ്പെടും. കാരണം ഇത്ര ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവർ. ആദ്യമാരാണ് വിനോദ്, പൊന്നാനി SHO ആയിരുന്ന വിനോദിനരികിൽ ഒരു കുടുംബ വസ്തു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. പിന്നാലെ വിനോദ് ഇവരെ തേടി വീട്ടിൽ വന്നു ഇവരെ ഉപയോഗിച്ചു. അവർ പറയുന്നുണ്ട്, എന്നെ ഉപയോഗിച്ചു, ഞാൻ വഴങ്ങിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട്. വഴങ്ങിക്കൊടുത്തു എന്നതിനർത്ഥം ഉഭയസമ്മതം എന്നല്ല. ഒരാളെ ചൂഷണം ചെയ്യുന്നതും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികത രണ്ടും രണ്ടാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയും ചൂഷണം ചെയ്ത് അത് പിടിച്ചു മേടിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇനി വഴങ്ങിക്കൊടുത്തു എന്ന് പറയുന്നതിന് അർത്ഥം ആ സ്ത്രീ തെറ്റാണ് എന്നല്ല, ആ സ്ത്രീയുടെ സാഹചര്യത്തെ മുതലാക്കി. രണ്ട്, VV ബെന്നി എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, സുജിത് ദാസിന്റെ അടുത്ത് പരാതിയുമായി, VV ബെന്നിയുടെ അടുത്ത് പരാതിയുമായി പോയപ്പോൾ പിന്നീട് അത് SP-യുടെ അടുത്ത് സുജിത് ദാസിന്റെ അരികിലേക്ക് പോകേണ്ടി വന്നു. VV ബെന്നി അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നു. ഈ VV ബെന്നിയുടെയും കരിയർ ഒന്ന് പരിശോധിച്ചാൽ മതി. പുള്ളിയുടെ പേരിലും പണിഷ്മെന്റ് റൂൾ ഉള്ള ഉദ്യോഗസ്ഥനാണ്, പണിഷ്മെന്റ് റൂൾ ഓപ്പൺ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് VV ബെന്നി. VV ബെന്നിക്കെതിരെയും PR കിടപ്പുണ്ട്, അന്വേഷിച്ചാൽ മതി. ഈ സുജിത് ദാസിനെതിരെയും വിനോദിനെതിരെയും VV ബെന്നിക്കെതിരെയും ഈ PR കിടപ്പുണ്ട്. അവിടുന്ന് VV ബെന്നി വന്ന് ചുംബിച്ചു എന്നേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ലൈംഗികമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായില്ല, ഒരു ചുംബനം. ലൈംഗിക ആക്രമണം തന്നെയാണ് ചുംബനവും, പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു പീഡനം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 3, സുജിത് ദാസ്. ക്യാമ്പ് ഓഫീസിൽ ആ കഥയാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്യാമ്പ് ഓഫീസിലെത്തി, ക്യാമ്പ് ഓഫീസിനുള്ളിൽ റൂമിലേക്ക് എത്തിയ ശേഷം ഇദ്ദേഹം പുറത്തു വന്ന് ചെരുപ്പെടുത്തുകൊണ്ട് വന്നു. അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാൻ പുറത്തിട്ടിരുന്ന ചെരുപ്പ് ഇദ്ദേഹം വന്ന് ആരും ശ്രദ്ധിക്കാതെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നു. അതൊരു സാധാരണ ഒരു വീട്ടമ്മ ഒരു കള്ളം അങ്ങനെ പറഞ്ഞെടുക്കാൻ പാടാണ്. നമ്മൾ ഈ ക്യാമ്പ് ഓഫീസുകളിൽ SP-മാർ താമസിക്കുന്ന ക്യാമ്പ് ഓഫീസിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന പോലെ അവിടെ ഈ വിസിറ്റേഴ്സിന്റെ വരക്കവും പോക്കും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം. നല്ല ബാക്കിയുള്ളവരൊന്നും ഞാൻ മോശമാണെന്നല്ല പറഞ്ഞത്. ഇദ്ദേഹം പുറത്ത് വന്ന് എന്ത് ചെയ്തു, ഈ ചെരുപ്പ്, അതായത് SP-യുടെ ക്യാമ്പ് ഓഫീസിന് പുറത്ത് ഒരു സ്ത്രീയുടെ ചെരുപ്പ് കിടന്നാൽ സംശയിക്കപ്പെടുമെന്ന പോലീസിന്റെ ബുദ്ധി, പോലീസുകാരന്റെ ബുദ്ധിയാണത്. അത് വന്ന് നൈസായിട്ട് എടുത്ത് അകത്ത് കൊണ്ടുപോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, വിനോദിനെതിരെ പറഞ്ഞതുപോലെ നീ എനിക്കെതിരെ പറയല്ല് എന്ന് പറഞ്ഞു. 3, മദ്യം കുടിക്കാൻ പ്രേരിപ്പിച്ചു. അവർക്ക് മദ്യത്തിന്റെ പേര് പോലും അറിയില്ല സ്ത്രീക്ക്. അവര് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ്, ആ മൊഴി പറയുന്നത് എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞേനെ, മദ്യത്തിന്റെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞേനെ. പെണ്ണുങ്ങൾ കുടിക്കുന്ന ബിയറാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതായത് അവർ സാധാരണ സ്ത്രീയാണ്, ഒരു സാധാരണ സ്ത്രീ. അത് അവരുടെ സാഹചര്യം കൊണ്ട്, അവരുടെ സാഹചര്യത്തെ ഇവരത് ഉപയോഗിച്ചു, നല്ല രീതിയിൽ ഉപയോഗിച്ചു. 2 തവണ സുജിദാസിന്റെ കൂടെ അവിടെ ചെന്നു. പിന്നെ എന്നെ കൊണ്ട് തലയിൽ സത്യം ചെയ്യിച്ചു. 3 സ്റ്റേറ്റ്മെന്റ്, പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. നീ വിനോദിനെ പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് പറയില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക്
പിന്നെ അമ്മയില്ല എന്ന് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അമ്മ ഉണ്ടാകില്ല, ആ പോലീസ് ബുദ്ധി, പോലീസിന്റെ ഭീഷണി, പോലീസിന്റെ അവർ പറയുന്ന സംസാരത്തിലൊക്കെ പോലീസ് പറയുന്ന വേർഡ്സ് ആണ്, പോലീസ് ഭാഷയുണ്ടല്ലോ. ഒരു മീഡിയ പേഴ്സൺ പറയുന്നതും നമ്മളെ പോലെ ഒരു മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്ന ഭാഷയും സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയും പോലീസുകാർ സംസാരിക്കുന്ന ഭാഷയും മൂന്നാണ്. നമ്മൾ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല, നമ്മൾ ഈ വാർത്തകൾക്ക് പിന്നാലെ പോയി സംസാരിക്കുന്ന രീതിയിലല്ല ഒരു സാധാരണ വ്യക്തി സംസാരിക്കുന്നത്. അതുപോലെയല്ല ഒരു പോലീസുകാരൻ സംസാരിക്കുന്നത്. ഇവർ ഈ പറയുന്നതൊക്കെ പോലീസിന്റെ വേർഡ്സ് ആണ്, പോലീസ് ഭാഷയാണ്, പോലീസ് ഉപയോഗിക്കുന്ന വാക്കുകളാണ്, പോലീസ് സംസാരിക്കുന്ന രീതിയും പെരുമാറ്റവും ഒക്കെയാണ് അവർ ഈ പറയുന്നത്. നമ്മൾ ഒരുപാട് പോലീസുകാരെ അടുത്തറിയാവുന്നതുകൊണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരെ ഒരുപാട് പേരെ എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് ഈ കാര്യം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതൊക്കെ പോലീസ് ഉപയോഗിക്കുന്ന ഭാഷയാണ് അവരെ പറയുന്നത്. മാത്രമല്ല ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയാണ്. ഞാൻ നേരെ പറഞ്ഞതുപോലെ ഈ പറയുന്ന സുജിത് ദാസ് എന്ന് പറയുന്നത് എത്രയും വേഗം ഈ സേനയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട, ഇപ്പൊ സസ്പെൻഷനിലാണ്. പിണറായി അങ്കിളാണെന്ന് പറഞ്ഞു. പിണറായി വിജയൻ അങ്കിളാണെന്ന്. പിണറായി വിജയൻ അങ്കിളാണെങ്കിൽ താൻ ആരോടോ, താനിവിടുത്തെ മഹാരാജാവോ? പിണറായി വിജയൻ അങ്കിളാണെങ്കിൽ എന്താ? പിണറായി വിജയൻ ആർക്കിനെ മുഖ്യമന്ത്രി ആയത്? പിണറായി വിജയൻ അൻവർ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് നേരെ പോയി ദിവസം രാവിലെ മുഖ്യമന്ത്രി ആയതല്ലോ. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലേ? നിങ്ങളൊക്കെ ഈ ജനങ്ങളുടെ താഴെയാ, താനും താഴെയാ, ഞാനും താനും എല്ലാവരും ഇവിടുത്തെ സാധാരണ ജനങ്ങളെക്കാൾ താഴെയാ. അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വരുമ്പോൾ അതിനെ എടുത്ത് ഉപയോഗിക്കുക. തെണ്ടിത്തരം എന്ന് പറയും, ശുദ്ധ ഭാഷയിൽ തെണ്ടിത്തരം എന്ന് പറയും. സുജിദാസ്, നീ ഇതുകൊണ്ടൊന്നും തീരത്തില്ല. ഒരുപാട് കാര്യങ്ങൾ നിന്റെ കഥകൾ പുറത്തു വരും, സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ. ഞാൻ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ച് ആദ്യം മുതൽ എനിക്ക് പണ്ടുതൊട്ടേ ഈ ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള കഥകൾ അറിയാം, പണ്ടുതൊട്ടേ പറയാറുണ്ട്. അതായത് ഈ പോലീസിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ സാധനം വ്യാപകമായ സമയത്ത് ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്റ്റോറികൾ ചെയ്തിരുന്നു. അന്ന് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ പരാതി പറഞ്ഞ ഒരു മഹാനാണിത് സുജിത് ദാസ്. മാനസികമായി പീഡിപ്പിക്കും. പിന്നെ ഈ പോലീസുകാര് പിന്നെ ഒരു ഡ്രൈവറോട് ഭാര്യ സുന്ദരിയാന്ന് പറഞ്ഞെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ സുന്ദരിയാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ വേണം? ഇദ്ദേഹത്തിന് ഒരു പോലീസ് ഡ്രൈവറോട് പറഞ്ഞത് നിന്റെ ഭാര്യ സുന്ദരിയാണ്. മഹാന്റെ കാര്യങ്ങളാ, മഹാന്റെ കഥകളാ. ഈ മഹാൻ ഒരു SP സ്ഥാനത്ത് ഇരുന്ന് ആ MLA വിളിച്ചപ്പോ കേട്ടില്ലായിരുന്നു? അൻവറിനെ വിളിച്ചപ്പോ. അൻവർ എങ്ങനെ ആയിക്കോട്ടെ, അത് അൻവറിന്റെ കാര്യം, അത് അൻവറിനെ നമ്മൾ ബാധിക്കുന്നില്ല. അൻവർ ഭൂമി കൈയേറിയെന്നും കോറി നടത്തിയെന്നും പിന്നെ പാർക്ക് നടത്തിയെന്നും ഒക്കെ ഉള്ളൂ. അതെല്ലാം ഒരു സൈഡ് നടക്കുന്നത്. അൻവർ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, ഇദ്ദേഹം അത് ചെയ്യാൻ പാടുണ്ടോ? ഇദ്ദേഹം ഒരു സ്ത്രീ ആശ്രയത്തിന് വേണ്ടി, സഹായത്തിന് വേണ്ടി എത്തുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ലാത്ത കാര്യമല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പേര് വരുന്നുണ്ട്. ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണ ഈ സിവിൽ പോലീസ് ഓഫീസേഴ്സ്, SI, CA അടക്കം DYSP അടക്കമുള്ള ആളുകളെ ഇത്തരത്തിലുള്ള കുറെ IPSകാർ ദ്രോഹിക്കുന്നുണ്ട്. ചില IPSകാർ, ചിലരേ ഉള്ളൂ കേട്ടോ. ചില വളരെ നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ഈ TK വിനോദ് കുമാറൊക്കെ ഇവിടെ ഇരുന്ന വളരെ നല്ല ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയും, അദ്ദേഹം വന്ന് പിന്നെ വാഹനത്തിന്റെ ശ്രദ്ധിച്ചാൽ മതി, അദ്ദേഹം ഇപ്പം രാജിവെച്ച് പോയി, അദ്ദേഹം വന്ന് ഇന്നോവയുടെ അകത്തോട്ട് വന്നിട്ട് അദ്ദേഹമാണ് ഡോർ തുറക്കുന്നത്. അദ്ദേഹം ഡോർ തുറന്നകത്ത് കയറും. വേറെ ചില ഉദ്യോഗസ്ഥരുണ്ട്, ഡ്രൈവർ ഇറങ്ങി വന്ന് ഡോർ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗൺമാൻ ഡോർ തുറന്നു കൊടുക്കണം. ഒന്നുമില്ല, സുജിദാസ് സ്വന്തമായിട്ടാണ് വന്ന് ഡോർ തുറന്ന്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡോർ തുറന്ന് കയറിപ്പോന്ന്. അതുപോലെ ഈ മഴയത്തൊക്കെ വന്നപ്പോൾ കുടയും പിടിച്ച് പുള്ളി തന്നെ കുടയും പിടിച്ച് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് നല്ല ഉദ്യോഗസ്ഥരുണ്ട്, വളരെ നല്ല. അവർക്കൊക്കെ ഈ ചീത്തപ്പേരാണെന്ന് ഇവർ. ഇത്തരം കുറെ അഴുക്കുകൾ ഇങ്ങനെ പറയുന്നു. ഇപ്പൊ ഒരു ചാനൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരെ. അതായത് അത് ഈ ചാനൽ വാർത്ത കൊണ്ടുവന്നത് മറ്റേ ചാനൽ ഇഷ്ടപ്പെട്ടില്ല. ഈ ചാനലിന്റെ കയ്യിലാണല്ലോ അത് ആദ്യം കിട്ടിയത്. ഏതാ റിപ്പോർട്ടർ ആയത് കൊണ്ടുവന്ന് TV പ്രസാദ് കൊണ്ടുവന്ന വാർത്തയാണ്. അപ്പൊ TV പ്രസാദിന് ഈ വാർത്ത എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൻവർ കൊടുത്ത വാർത്തയാണ്. ഇതിനെല്ലാം അടിസ്ഥാനം തപ്പിപ്പോയി കഴിഞ്ഞത് അൻവറാണ്. അൻവർ ഇറക്കി വിട്ടതാണ്. അൻവറാണ് ഈ പറയുന്ന പോലെ. പക്ഷെ ഈ അൻവർ പറഞ്ഞു പഠിപ്പിച്ചാലും ഒരു പറഞ്ഞു പഠിപ്പിക്കുന്ന മൊഴി അല്ല ഇത്. ഈ മൊഴി പറഞ്ഞു പഠിപ്പിച്ചതല്ല. ഈ മൊഴി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ അടുത്ത് ഒരാൾ വന്നിരുന്ന് ഒരു പറഞ്ഞു പഠിച്ചൊരു കള്ളത്തരം പറയുന്നതും അതേസമയം തിരിച്ച് ഈ പറയുന്ന പോലെ ഉള്ള കാര്യം, സംഭവിച്ച ഒരു കാര്യം പറയുന്നതും രണ്ടാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ മറ്റേ ചാനൽ എന്താ പറയുന്നത് അറിയാമോ? ബെന്നിയെ ന്യായീകരിക്കുന്നു. ബെന്നി സുൽത്താൻ ബത്തേരി DYSP ആയിരുന്നു കേട്ടോ. 2021 സുൽത്താൻ ബത്തേരിയിലെ DYSP ആയിരുന്നു. ഈ ബെന്നിയാണ് മുട്ടിൽ മരമുറി അന്വേഷിച്ചത്. ഈ മുട്ടിൽ മരമുറിയിലെ പ്രതി അഗസ്റ്റിനാരാ? ചാനലിന്റെ മുതലാളി. ചാനലിന്റെ മുതലാളിയും
ഇപ്പൊ മാധ്യമ പുരസ്കാരം കിട്ടി അഗസ്റ്റിന്. അത് ശരി. ഇന്നലെ ഞാൻ നോക്കിയപ്പോ അഗസ്റ്റിൽ നിന്ന് മാധ്യമ പുരസ്കാരം മേടിക്കുന്നത്. അഗസ്റ്റിൻ അവിടെ നിന്നിട്ട് മാധ്യമ പുരസ്കാരം ഏതോ മറ്റേ എന്താ കേരള വിഷനോ എന്തോ ഇതിന്റെ മാധ്യമ പുരസ്കാരം അഗസ്റ്റിന് കൊടുക്കുന്നു. അഗസ്റ്റിൻ എന്ത് മാധ്യമ പ്രവർത്തനം നടത്തിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. അഗസ്റ്റിൻ എന്താണ് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പൊ മറ്റേ ചാനൽ പറയുന്നത് അഗസ്റ്റിനെതിരെ അന്വേഷിച്ചത് കൊണ്ടാണ് വി ബെന്നിയെ കരുവാക്കാൻ ഈ ചാനല് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തോ ആയിക്കട്ടെ, അതൊക്കെ അവരുടെ കാര്യം. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അല്ല, എന്തായാലും ഒരു SP പൈസ ഉൾപ്പെടെ ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു പിന്നെ കസ്റ്റംസിൽ ഒരു ഉദ്യോഗസ്ഥന് കാഴ്ചവെക്കാൻ ശ്രമിച്ചത്. ഈ കസ്റ്റംസിൽ ഇരുന്ന ഈ മഹാൻ ഡെപ്യൂട്ടേഷൻ ആയിരുന്നു കസ്റ്റംസിൽ. അത് ശരി. കസ്റ്റംസ് ഉണ്ടായിരുന്നു. കരിപ്പൂര് കസ്റ്റംസ് ഇരുന്നിയാ. കരിപ്പൂര് കസ്റ്റംസ് ഇരുന്നത് കൊണ്ടല്ലേ പറഞ്ഞത് സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ നല്ല ഒന്നാം തരം കക്ഷിയാണ്. പറഞ്ഞു കേട്ടില്ലേ, ഞാൻ DGP ആകുന്നത് വരെ പിന്നെ MLA കടപ്പെട്ട ആളായിരിക്കും. അത് പോലീസ് ഉദ്യോഗസ്ഥനാ പറയുന്നത് MLA. അപ്പൊ ആരുടെയൊക്കെ ഇപ്പൊ MLA ഒരു കൊലപാതകം നടത്തിയ താൻ അത് സംരക്ഷിക്കും MLA, അല്ലെ MLA ഒരു പീഡനം നടത്തി റേപ്പ് നടത്തി കഴിഞ്ഞാൽ താൻ സംരക്ഷിക്കും. അത് താൻ സംരക്ഷിക്കുമെന്നല്ലേ പറഞ്ഞത്. സർവീസ് ചട്ടത്തിന്റെ ലംഘനമല്ലേ, സർവീസ് റൂളിന്റെ ലംഘനമല്ലേ പറഞ്ഞത്. ഈ IPS ഒക്കെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് ഇവരൊരു പ്ലഡ്ജ് നടത്താറുണ്ടല്ലോ, അതൊന്നും ഈ മഹാൻ അറിയില്ലേ. ധാരാണ് ഇവർക്ക് ഈ പിടിച്ച് IPS കൊടുക്കുന്നതെന്നുള്ളതാണ് അല്ലേ. ഇങ്ങനെയുള്ള കുറെ എന്തായാലും ഇതിനെ കുറിച്ച് വിശദമായ അന്വേഷണം വരട്ടെ. വിശദമായ അന്വേഷണം. ഈ മഹാന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ മഹാൻ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളതാണ്. DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, DYSP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളടാന്ന് പറഞ്ഞു. അവനെന്ന് പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ നിന്റെ അടുത്ത് അവന്റെ കുറെ കഥ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിത് കേട്ടപ്പോഴേ ഞാൻ സാറിനെ ഒന്ന് ചുമ്മാ അതുകൊണ്ട് വിളിച്ചു ചോദിച്ചാൽ സാറിന് അത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ അത് കേട്ട് നോക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കേട്ട് നോക്കി എന്ന് പറഞ്ഞു. കേട്ട് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ കേട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അത് അവനത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ശരി.